ഉച്ചതർ ശിക്ഷ അഭിയാൻ. ഇത് കേട്ട സാധാരണ മലയാളിക്ക് ഒന്നും മനസ്സിലാവില്ല. ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ മഹത്വവൽക്കരിക്കാനുള്ള പദ്ധതി, ഹയർ എഡ്യൂക്കേഷൻ വികസനത്തിനുള്ള പദ്ധതി എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈ ഹയർ എഡ്യൂക്കേഷൻ അതായത് ഉന്നത വിദ്യാഭ്യാസം വികസിപ്പിക്കുക, അതിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളെയും നല്ല രീതിയിൽ ആക്കി തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഗ്രാന്റ് 100 മുതൽ 200 കോടി വരെ ഗ്രാന്റ് ആയിട്ട് ഓരോ യൂണിവേഴ്സിറ്റിക്കും കിട്ടാമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഗ്രാന്റിന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ കേന്ദ്രത്തിലേക്ക് ഫോർവേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലത്രേ. അപ്പോൾ ഇവിടെ ഭരണകൂടമുണ്ടോ? ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ ബജറ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ 2016-17 മുതലുള്ള ഒന്നാം പിണറായി ഗവൺമെന്റ് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇന്ത്യയിലെ ലോകത്തിന്റെ മുൻപിലെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റുമെന്ന്. അങ്ങനെ നോളജ് ഹബ്ബാക്കി മാറ്റാൻ യൂണിവേഴ്സിറ്റികൾ വേണ്ടേ? അതോ ഈ ഹയർ എഡ്യൂക്കേഷനെ, അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താതെ ആണോ ഈ പറയപ്പെട്ട നോളജ് ഹബ്ബാക്കി മാറ്റാൻ പോകുന്നത് എന്ന സംശയം ആർക്കും തോന്നും. അപ്പൊ ഈ 100 മുതൽ 200 കോടി വരെ ഗ്രാന്റ് എന്തിനൊക്കെയാണ് ഓരോ യൂണിവേഴ്സിറ്റിക്കും കിട്ടുന്നത്? 100 മുതൽ 200 കോടി വരെ ഗ്രാന്റ് എന്ന് പറയുന്നത് ആ കൊടുക്കുന്ന ആപ്ലിക്കേഷന്റെ മെറിറ്റ് അനുസരിച്ചിരിക്കും. അതായത് സർവകലാശാലകളിൽ നിന്ന് ഗവേഷണ കൗതുകത്തോടുകൂടി അതിന് ക്വാളിറ്റി, അതായത് നല്ല മൂല്യവത്തായ പ്രപ്പോസൽസ് ഉണ്ടാകണം. ആ പ്രപ്പോസൽസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്നതിനെയൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള നല്ല സുചിന്തിതമായ വെൽ റിട്ടൺ ആയിട്ടുള്ള പ്രപ്പോസൽസ് ആണ് ഓരോ സർവകലാശാലകളിൽ നിന്നും. അതായത് പ്രപ്പോസൽസിന്റെ ക്വാളിറ്റി അനുസരിച്ച്, എണ്ണം അനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഗ്രാന്റിന്റെ തുകയും വർദ്ധിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് സാധാരണ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഇത്തരം ഗ്രാന്റുകൾ പ്രയോജനപ്പെടുത്തേണ്ടത്, ഗ്രാന്റുകൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രപ്പോസൽസ് യൂണിവേഴ്സിറ്റി വഴി ഓരോ യൂണിവേഴ്സിറ്റിയും ഗവൺമെന്റ് ഓഫ് കേരള വഴിയാണ് കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടത്. കേരളത്തിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളിൽ കേരള യൂണിവേഴ്സിറ്റി ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് പ്രപ്പോസൽസ് കേരള ഗവൺമെന്റിൽ എത്തിച്ചു വേണ്ട സമയത്ത് തന്നെ. പക്ഷെ മറ്റ് യൂണിവേഴ്സിറ്റികൾ എത്തിച്ചതായിട്ട് അറിയുന്നില്ല, പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷേ എത്തിച്ചിരിക്കാം, അല്ലെങ്കിൽ എത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കാം. കൃത്യമായ ഡേറ്റിന് മുൻപ് ഈ പ്രപ്പോസൽസ് എല്ലാം സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച് കേന്ദ്രത്തിൽ എത്തണമെന്നും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും കൂടി അത് ഒരു തീരുമാനത്തിലെത്തണം, ഇതിനെ പറ്റിയുള്ള തീരുമാനത്തിലെത്തണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. പക്ഷേ കേരള സർവകലാശാല കേരള ഗവൺമെന്റിൽ ഈ പറയപ്പെട്ട പ്രോജക്ട് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു. മറ്റ് സർവകലാശാലകൾ സമർപ്പിച്ചതായിട്ട് അറിയുന്നില്ല. എങ്കിൽ പോലും ഈ കേരള സർവകലാശാലയുടേത് കൊടുത്തു സമയത്ത് എന്നുള്ളത് വസ്തുതയാണ്. ആ പ്രപ്പോസൽ പോലും കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ 100 മുതൽ 200 കോടി രൂപ വരെ ഗ്രാന്റ് ആയിട്ട്, അത് കേരളത്തിന്റെ അവകാശമാണ്. ഗ്രാന്റ് എന്ന് ഓരോ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിന്റെയും അവകാശമാണ്. പക്ഷെ അവകാശമാണെന്ന് പറഞ്ഞ് വെറുതെ നോക്കിയിരുന്നാൽ കിട്ടില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് ഗ്രാന്റ് പൂർണ്ണമായിട്ടല്ല കിട്ടുക, ഘട്ടം ഘട്ടമായാണ് കിട്ടുക. ആദ്യ ഘട്ടത്തെ ഗ്രാന്റ് പൂർണ്ണമായിട്ടും നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്തു, നിർദ്ദിഷ്ട രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തി എന്നുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തുമ്പോഴാണ് സാധാരണഗതിയിൽ അടുത്ത ഘട്ടങ്ങളിലെ ഗ്രാന്റ് കിട്ടുക. അങ്ങനെ പല ഗഡുക്കളായിട്ടാണ് ഗ്രാന്റ് കിട്ടുക. പക്ഷെ ഓരോ ഗഡുവും കൃത്യമായി ഉദ്ദിഷ്ട കാര്യത്തിന് ചെലവഴിച്ചു എന്നതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത ഗഡു റിലീസ് ചെയ്യുകയുള്ളൂ. ഇത് നമുക്ക് കേന്ദ്രത്തെ കുറ്റം പറയാൻ ഒക്കില്ല. കാരണം എന്താണ്? കാരണം 28 സംസ്ഥാനങ്ങളും ഗ്രാന്റ് വാങ്ങിച്ചിട്ട് വകമാറ്റി ചെലവഴിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യും? അപ്പൊ ഇത് അതായത് ഉന്നത വിദ്യാഭ്യാസം മഹത്വവൽക്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനാണ്. അവരുടെ സ്കിൽ നൈപുണി, കലാശാലകളിലെ സ്കിൽ നൈപുണി അറിവിന്റെ കാര്യത്തിലും അത് തന്നെ ആ അറിവ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിലും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം.
അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ അടുത്ത ഗഡു എന്ന രീതിയിൽ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ നിർദ്ദേശങ്ങൾ വെക്കുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യക്ഷമതയുടെ ലക്ഷണമായിട്ട് തന്നെ നമ്മൾ കാണണം. അപ്പൊ നമ്മൾ സംസ്ഥാനത്തേക്ക് വരുമ്പോഴോ സംസ്ഥാന ഗവൺമെന്റിൽ ഈ കാര്യക്ഷമത ഇല്ല എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. കേരള യൂണിവേഴ്സിറ്റി ഇതുപോലെ കൊടുത്ത പ്രപ്പോസൽസ് ഒന്നും തന്നെ മോളിലോട്ട് പോയിട്ടില്ല. അതായത് കേരള ഗവൺമെന്റ് കേന്ദ്രത്തിൽ എത്തിച്ചിട്ടില്ല. കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ധാരണാപത്രം അതുകൊണ്ട് തന്നെ ഒപ്പിട്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കലാശാലകൾ, ഏതൊക്കെ കലാശാലകൾ, അതായത് MG യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കോഴിക്കോട് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ കാലടി സർവകലാശാല, ഇങ്ങനെയുള്ള ഒരു സർവകലാശാലയ്ക്കും ക്വാളിറ്റി വൈസായിട്ട് മുന്നേറാനുള്ള സാധ്യതകളാണ് അടച്ചിരിക്കുന്നത്. അപ്പം ഈ യൂണിവേഴ്സിറ്റികളും അതിന് ഭാഗവാക്കായിരിക്കാം. കേരള യൂണിവേഴ്സിറ്റി ഒഴിച്ച് ഗവൺമെന്റ് ഓഫ് കേരളയും അതില് വലിയ കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ യൂണിവേഴ്സിറ്റികളുമായിട്ട് സംവദിക്കുകയാണെങ്കിൽ ആർക്കും മനസ്സിലാകും യൂണിവേഴ്സിറ്റികൾ റണ്ണിങ് ഷോർട്ട് ഓഫ് ഫണ്ട്സ്. അതായത് ശരിക്കു പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾക്ക് കൊടുത്തിരുന്ന ഗ്രാന്റ് പോലും ഗവൺമെന്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു വികസന പ്രവർത്തനത്തിനും ഫണ്ടില്ല, അവരുടെ മെയിൻ്റനൻസ് ഓപ്പറേഷന് ഫണ്ടില്ല, മറ്റ് തരത്തില് അതായത് ഒരു പുതിയ റിസർച്ച് യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഫണ്ടില്ല, അതായത് അക്കാദമിക് കാര്യങ്ങൾക്ക് ഫണ്ടില്ല, ക്യാമ്പസിന്റെ ആധുനികവൽക്കരണത്തിന് ഫണ്ടില്ല, അതുപോലെ തന്നെയാണ് അധ്യാപക നിയമനത്തിന് ഫണ്ടില്ല. പല യൂണിവേഴ്സിറ്റികളിലും തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ 100 മുതൽ 200 കോടി വരെ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഗ്രാന്റ് ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രാന്റ് ആയിട്ട് കൊടുക്കുന്ന ഫണ്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ഇവിടുത്തെ സർവകലാശാലകൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇവിടുത്തെ ഗവൺമെന്റിന് ആ പ്രപ്പോസൽസ് കളക്ട് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിൽ എത്തിച്ച് ധാരണാപത്രത്തിൽ ഒപ്പിടാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതിനേക്കാൾ വലിയ ഒരു അപരാധം ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഈ 2022-23 വർഷത്തിൽ 23-24 വർഷത്തിൽ വേറൊന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എപ്പോഴും അതായത് കേരളം കരയുകയാണ് ഇപ്പോൾ. ബ്രെയിൻ ഡ്രെയിൻ, ഫിനാൻഷ്യൽ ഡ്രെയിൻ, ഇത് രണ്ടുമാണ് നമ്മളെ നോക്കി കണ്ണു തുറിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെയിൻ ഡ്രെയിൻ, എന്തുകൊണ്ടാണ് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നത്? അതായത് ഇവിടെ നല്ല വിദ്യാഭ്യാസ സാധ്യതകളില്ല. കേരളത്തിന് വെളിയിൽ പോയി പഠിച്ചാൽ തന്നെയും കേരളത്തിൽ ജോലിക്കുള്ള സാധ്യതകൾ ഒന്നുമില്ല. ഇന്ത്യക്കകത്തും ജോലിക്കുള്ള സാധ്യതകളില്ല. അപ്പോൾ വിദേശത്താണ് പഠിക്കാൻ പോകുന്നത് എങ്കിൽ എങ്ങനെയെങ്കിലും വിദേശ സർവകലാശാലകളിൽ എത്തിപ്പെട്ടാൽ അവിടെ പഠിക്കുകയും ആ പഠനം കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജോലികളിൽ എത്തിപ്പെടുകയും ചെയ്യാം എന്ന ഒരു ചിന്തയോട് കൂടിയാണ് ഇവിടെ നിന്ന് ഇത്രയധികം ബ്രെയിൻ ഡ്രെയിൻ ചെയ്തു പോകുന്നത്. ഇത്രയധികം വിദ്യാർത്ഥിനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞ് പോകുന്നത്. അവരവിടെ ചെന്ന് പഠിക്കാൻ ആഗ്രഹിച്ചത് തന്നെ പഠിക്കുന്നുവോ, അവരുടെ ബ്രെയിൻ അനുസരിച്ചാണോ പഠിക്കുന്നത്, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവർക്കെല്ലാം നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് കടുത്ത ഉറക്കത്തിൽ, ഡീപ് സ്ലംബറിൽ കഴിയുകയാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കേന്ദ്രം വച്ചു നീട്ടിയ വലിയ നിലവാരത്തിലുള്ള ഗ്രാന്റ്, വലിയ തുകയുടെ ഗ്രാന്റ് വാങ്ങത്തക്ക രീതിയിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെ ആരായിരുന്നു യൂണിവേഴ്സിറ്റികൾക്ക് വാർണിംഗ് കൊടുക്കേണ്ടത്? നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് പറഞ്ഞ് കൗണ്ട് ഡൗൺ നടത്തേണ്ടിയിരുന്നത്, ലാസ്റ്റ് ഡേറ്റ് അറിയിക്കേണ്ടിയിരുന്നത് ആ ഗവൺമെന്റ് ആണ്. സുഷുപ്തിയിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റി കൊടുത്ത പ്രോജക്ട് റിപ്പോർട്ടുകൾ പോലും കേന്ദ്രത്തിൽ എത്തിക്കാൻ തരപ്പെടാതിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ കഴിഞ്ഞ ധനവർഷത്തിൽ കേരളത്തിൽ എന്തായിരുന്നു നടന്നിരുന്നത് നമുക്കറിയാം. കേരളീയം എന്ന മാമാങ്കം നടത്തുന്നതിന് മുൻപായിട്ട് അതിനുള്ള സ്പോൺസർഷിപ്പ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്. ഒരുമാതിരി കൊള്ളാവുന്ന ഉദ്യോഗസ്ഥരെല്ലാം സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നവകേരള സദസ്സ് കേരളീയം നടത്തി, അത് കഴിഞ്ഞ് നവകേരള സദസ്സ് നടത്തി. അതിനുള്ള ഓട്ടം, നവകേരള സദസ്സ് തന്നെ തീരുന്നത് ഡിസംബർ മാസത്തിലാണ്, ഡിസംബർ എൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മുഖാമുഖം പരിപാടിക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് അന്വേഷിച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതികളെ, സുപ്രീം കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും
ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ വിലാപം കോടതികൾ കാണണം. കാരണം ഇതൊക്കെ വലിയ അനീതിയാണ്. ഭരണസിരാ കേന്ദ്രത്തിൽ ഭരണം നിർത്തിവെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് സ്വന്തം പാർട്ടിയെ വളർത്താനും വീണ്ടും വീണ്ടും ഭരണത്തിൽ എത്തിച്ചേരാനും, അതായത് വോട്ടേഴ്സിനെ കബളിപ്പിക്കാനും വേണ്ടിയാണ് ഇത്തരം മാമാങ്കങ്ങളുമായിട്ട് ഗവൺമെന്റ് നടക്കുന്നത്. അതിന്റെ ഏറ്റവും ദാരുണമായ എന്ന് പറയാൻ നമുക്ക്, അല്ലെങ്കിൽ ഏറ്റവും മോശമായ രീതിയിൽ ഈ പരികർമ്മത്തിന്റെ ദോഷഫലം ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് യൂണിവേഴ്സിറ്റികൾ അതിന്റെ ദോഷഫലം ഏറ്റുവാങ്ങുന്നു. അവരുടെ എന്താണ് പറയുക, നവോത്ഥാനത്തിന് സഹായകമായ ഫണ്ടിങ് കിട്ടുന്നില്ല. ആ ഫണ്ടിങ്ങിന് അവർ ശ്രമിക്കുന്നില്ല, ഗവൺമെന്റ് അതിന് തുനിയുന്നില്ല എന്ന് വെച്ചാൽ ഈ നാട്ടിലെ കുട്ടികളാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള അവഗണന സർവകലാശാലകൾ വഴി കുട്ടികളും ഇവിടുത്തെ യങ്സ്റ്റേഴ്സ്, ഇവിടുത്തെ ചെറു തലമുറ അനുഭവിക്കുന്നത് കൊണ്ടാണ് ക്രമേണ അവര് രംഗം വിട്ടു പോകുന്നത്. അവര് അതിനെ നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പേര് വിളിക്കുകയാണ്. അവരവരുടെ പേരൻസിന്റെ കയ്യിലുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും പണയപ്പെടുത്തിയോ വിറ്റോ കിട്ടുന്ന പണം കൊണ്ടും ബാങ്ക് വായ്പ എടുത്തുമാണ് അങ്ങോട്ട് മറ്റ് ദേശങ്ങളിലേക്ക് പഠനാർത്ഥത്തിൽ പോകുന്നത്. അവിടെ അവർ പഠിച്ച് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്ത്, ഒരുപക്ഷെ നമുക്കറിഞ്ഞുകൂടാ, നമ്മുടെ ഇവിടുത്തെ വളരെ നല്ല തരത്തിൽ വിദ്യാഭ്യാസം കിട്ടിയവർ പോലും ഗൾഫ് കൺട്രീസിൽ പോയി വളരെ മോശമായ ജോലികൾ ചെയ്ത് പണം ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കുകയും അവർ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും മാന്യമായ ജോലി തന്നെ ചെയ്യാൻ വേണ്ടി അല്ല പോകുന്നത്. ഇവിടെ ഒരു ജോലിയും ചെയ്യില്ല. മാന്യം എന്ന് പറയുന്ന തരത്തിലുള്ള ജോലികൾ ഇവിടെ കിട്ടില്ല. അത് ചെയ്യാനാണല്ലോ നമുക്കിവിടെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നില്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ചെയ്യുന്ന ജോലി ഇവിടുത്തെ ഏത് കുട്ടിക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ ആ തൊഴിലിന്റെ മാഹാത്മ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്കോ അധ്യാപകർക്കോ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ വെളിയിലേക്ക് പോകേണ്ടി വരുന്നത്. എങ്കിലും ആകട്ടെ, ഇവിടെയുള്ള ക്യാമ്പസുകൾ തന്നെ സംരംഭക കേന്ദ്രങ്ങളാക്കി മാറ്റാം. ഇവിടെയുള്ള ക്യാമ്പസുകൾ തന്നെ സ്കിൽ നൈപുണിയുടെ ഉദാഹരണങ്ങളാക്കി മാറ്റാം. പക്ഷേ അതിനൊക്കെ വേണ്ടത് മൂലധനം ഇറക്കലാണ്. ആ മൂലധനം ഇറക്കണം ഉണ്ടെങ്കിൽ അത് മാത്രം പോരാ. മൂലധനം ഇറക്കുന്നതോടൊപ്പം തന്നെ ഗവേഷണ കൗതുകം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ ഗവേഷണ ചാതുരിയുള്ള അധ്യാപകർ ഉണ്ടാകണം. അപ്പൊ ഇത് രണ്ടും കൂടിയാൽ മൂലധന ചെലവും നല്ല അധ്യാപകരും ചേർന്നാൽ മാത്രമേ ഒരു ക്യാമ്പസ് സംരംഭക ശേഷിയുള്ള, സ്കിൽ നൈപുണിയുള്ള, അന്വേഷണ ത്വരയുള്ള ക്യാമ്പസായി മാറുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്യാമ്പസുകളെ സൃഷ്ടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന ഗവൺമെന്റ് ഉടനടി ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത്. ഭരിക്കുന്നു എന്ന നാണം കെട്ട പേരിന്, അതായത് ഭരിക്കുന്നു എന്ന് പറഞ്ഞു ഭരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ ഭരണം നടക്കുന്നില്ല. അങ്ങനെ ഭരണം നടക്കുന്നില്ല. കാര്യക്ഷമമായ ഭരണം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞ് ഭരണത്തിലേക്ക് വന്ന മുഖ്യമന്ത്രിക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ ആ ഭരണം വിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ് വേണ്ടത്. എങ്കിൽ ഇവിടുത്തെ യുവതലമുറ ഇങ്ങനെ നശിച്ചു പോവുകയില്ല. ഇപ്പോൾ നോക്കൂ, ഓരോ യൂണിവേഴ്സിറ്റിക്കുമായി കിട്ടേണ്ടിയിരുന്ന എത്രയോ കോടിയാണ്, 100 മുതൽ 200 കോടി വരെ എത്ര യൂണിവേഴ്സിറ്റികൾക്കാണ് കിട്ടാനിരുന്നത്, അത് മുഴുവനും നഷ്ടപ്പെടുകയാണ്. ആരോടാണ് ഈ സങ്കടങ്ങൾ ഇവിടുത്തെ യുവജനത പറയുക? യുവജനങ്ങളെ, നിങ്ങൾ സംഘടിക്കുവിൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് പൊതുജന സമക്ഷം നിങ്ങൾ പറയുക. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുക. നിങ്ങൾക്കാകുന്ന രീതിയിൽ പ്രതികരിക്കുക. അങ്ങനെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജീവിതം ഉണ്ടാവുകയില്ല, ഇവിടെ ഒരു തലമുറ ഉണ്ടാവുകയില്ല. ഇതൊരു വൃത്തസദനമായി മാറുന്നത് എല്ലാവരും നോക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സടകുടഞ്ഞെഴുന്നേൽക്കുവിൻ, ശക്തമായി പ്രതികരിക്കുവിൻ. യൂണിവേഴ്സിറ്റികൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളെ ഉണർത്തുവാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുവിൻ.